ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിങ്ങിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇന്നലെ എടുത്ത് കിട്ടിയ വീഡിയോയ്ക്ക് ഈ ഡ്രസ്സ് തന്നെ അല്ലായിരുന്നോ എന്ന് വിചാരിക്കും. ഇന്നലെ എടുത്ത വീഡിയോയ്ക്കും ഈ ഡ്രസ്സ് തന്നെയായിരുന്നു. അതിൻ്റെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് ഈ ഒരു സംഭവം. അപ്പോൾ 4 മണിക്കത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിന് മുമ്പ് ഞാൻ പ്രാവശ്യം ഉണ്ടാക്കി, അത് ശരിയായില്ലായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ശരിയായി. ഞാനതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഇൻട്രോ പറയാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിൽകുഷാണ്. ഞാനൊന്ന് മുറിച്ച് കേട്ടോ, ഇച്ചിരി ഒന്ന് മുറിച്ച് ഇതാക്കിയതാണ്. ഡിൽകുഷാണ്. അപ്പം ഡിൽകുഷ് നമ്മൾ കടയിൽ നിന്നല്ലേ കൂടുതലും മേടിക്കാം. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓവനോ ഒന്നും വേണ്ട കേട്ടോ. ഓവനൊന്നും ഇല്ലാതാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ചേർക്കുന്നത് നിങ്ങളെ കാണിച്ചില്ല കേട്ടോ. പാലും പഞ്ചസാര എല്ലാം ചേർക്കുന്നതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ടായിരുന്നു. ഒരു നുള്ളു ഉപ്പും കൂടെ അതിനകത്ത് വന്നിട്ട് ഒന്ന് ചേർക്കണം. അത് ഞാൻ വീഡിയോയിൽ എടുക്കാനായിട്ട് വിട്ടുപോയ ഒരു കാര്യമാണ്. അപ്പം അതും കൂടെ ഒന്ന് ചെയ്യണം. അപ്പം നമ്മുടെ ഡിൽകുഷൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ അത് മുറിച്ച് ഇനി ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പ്രസ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇറക്കിയിട്ട് പറയാം കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരുപാട് സംഭവം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഒത്തിരി ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഈസ്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈസ്റ്റ് നല്ലതായിരിക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല. ഈസ്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വീഡിയോയിലൂടെ കാണാൻ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളത്. ഇതിന് നമ്മൾ കുറച്ച് പാലാണ് എടുക്കുന്നത്. കുറച്ച് ഒരു കുഞ്ഞ് ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്. അപ്പം ഇച്ചിരി ചൂടുള്ള പാലാണ്. ആ പാലിനകത്തേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒത്തിരി പഞ്ചസാര ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് പഞ്ചസാര മതി. അതിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തേച്ച് അന്നേരത്തേക്കും ഇച്ചിരി ചൂടുള്ള പാലാണെങ്കിലും നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂടൊക്കെ കുറഞ്ഞ് ഒരു ഇളം ചൂടാകും. അന്നേരം അതിലേക്ക് ഒരു ഇച്ചിരി ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു കുഞ്ഞ് സ്പൂണിനാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് നല്ലതാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഉണ്ടാക്കുന്നത് നല്ലതായിട്ട് നമുക്ക് കിട്ടത്തുള്ളേ. അപ്പം ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കൊള്ളത്തുള്ളൂ കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് കൊള്ളത്തുള്ളൂ. അതേസമയം അത് ആ പുളിച്ച് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ അതെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മൾ ഈ ഉദ്ദേശിച്ച പോലെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. മാവ് ശകലം പോലും പൊങ്ങത്തില്ല, പന്നലായിട്ടിരിക്കത്തേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള റിസൾട്ട് ഒന്നും കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ ഈസ്റ്റും എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇനി മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ ആണെങ്കിലും നമ്മൾ ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ, കുറച്ചെടുത്താൽ മതി. കാര്യം ഒരു ചെറിയ ഡിൽകുഷ് ഉണ്ടാക്കാനായിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് മൈദ എടുത്താൽ മതി. ഞാൻ അതിൻ്റെ അളവൊന്നും പറയാത്തരുന്നത് വെച്ചാൽ എനിക്കങ്ങനെ അളവൊന്നും പറഞ്ഞൊന്നും ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. എൻ്റെ അങ്ങനെ അളക്കുന്ന ഒരു ഇതൊന്നുമില്ല. ചുമ്മാ ഒരു തവി കൊണ്ട് ഞാനങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു സ്പൂൺ കൊണ്ടിട്ട് ഞാൻ ഈ സ്പൂൺ കൊണ്ടിട്ട് കുഴക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മുടെ കയ്യെ മൊത്തം ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. സ്പൂൺ കൊണ്ടിട്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം കുഴക്കാൻ നിർത്തുക. എന്നാലും നമ്മുടെ കൈ മുഴുവനും നല്ലപോലെ ഇതാകും. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനേക്കാൾ ഒരു ഇച്ചിരിയും കൂടെ ലൂസായിട്ടാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ മാവ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ ഇതിനകത്ത് ഞാൻ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഉപ്പും കൂടെ ഇട്ട് നല്ല ഇതായിട്ട് ഇപ്പം ഞാൻ ചേർത്തേക്കുന്ന എണ്ണയാണ്. അപ്പോൾ ആ എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ നമുക്ക് ഇതിന് കൊള്ളത്തില്ല. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നെയ്യൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെ കിട്ടും. ഇതുപോലെ നമ്മുടെ കയ്യെ പിടിക്കുന്ന ഒരു ഇത് വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കയ്യെ പിടിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ഇച്ചിരി എൻ്റെ കൈയെല്ലാം ഒന്ന് കഴുകി വെച്ച് വീണ്ടും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചൊന്ന് കുഴക്കുന്നത്. ഒരിക്കലും പൊടി ഇട്ട് കൊടുക്കില്ല കയ്യെ പിടിക്കുന്നതെന്നും വേണ്ട. എണ്ണ ഒരുപാട് അങ്ങോട്ട് ഒഴിക്കില്ല കേട്ടോ. ഒരു ചെറുതായിട്ട് നമ്മുടെ കയ്യിലൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഈ കുഴക്കിലാണ് ഇതിന് കിട്ടുന്ന മയം കേട്ടോ. നല്ലപോലെ നമ്മളൊന്ന് കുഴച്ച് എടുത്ത് കഴിയുമ്പോൾ തന്നെ അതിനൊരു മയമുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിട്ട് അത് ആ കുഴച്ച പാത്രത്തിലോട്ട് തന്നെ എടുത്താൽ മതി. കാര്യം എന്ന് വെച്ചാൽ വേറെ പാത്രമൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെ വേണം ഇതെല്ലാം കഴുകി വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് തന്നെ കുറച്ച് എണ്ണയൊന്ന് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ആ മാവെടുത്ത് അതിലേക്ക് വെക്കുക കേട്ടോ. നമ്മൾ ഈ വെക്കുന്നതിൻ്റെ ഇരട്ടിയാകും കേട്ടോ ഈ മാവ്. അങ്ങനെയാണ് നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നത്. ഈസ്റ്റ് കൊള്ളത്തില്ലെങ്കിൽ
കണ്ടല്ലോ നമ്മൾ ഈ വെച്ച പോലെ തന്നെ ഇരിക്കും മാവ്. ഈസ്റ്റ് നല്ലതാണെങ്കിലേ ഉള്ളൂ ഇതിൻ്റെ ഇരട്ടിയാകുന്ന മാവ്. അപ്പോൾ ഈ മാവ് അവിടെ ഇരുന്ന് സെറ്റാകട്ടെ. അന്നേരത്തേക്ക് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണ്ടേ. അപ്പം എൻ്റെ ഈ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് വെച്ചാണ്ടല്ലോ, ഒരു ഉണക്കമുന്തിരിങ്ങ പോലും ഇല്ല. എല്ലാം ഈ പിള്ളേരെടുത്ത് തീർത്തേച്ചുണ്ടല്ലോ എന്നേ. ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇവർ അത് തുറക്കുന്നത് ഓരോന്ന് പെറുക്കി തിന്നും. ഒരെണ്ണം എടുക്കോളന്നില്ല, അങ്ങനെ ഒരെണ്ണം എടുത്ത് മൊത്തം തീർക്കും. അപ്പോൾ അതിനൊരു ഇച്ചിരി കളറും കാര്യങ്ങളൊക്കെ ഒന്ന് വരണ്ടേ. അതിനുവേണ്ടിയാണ് ഞാൻ ഇച്ചിരി ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കി അതിലേക്ക് ഒരിച്ചിരി നെയ്യും കൂടെ ചേർത്ത്, ഈ നെയ്യ് ഇങ്ങനെ ചേർത്തുണ്ടാക്കാൻ ഉണ്ടല്ലോ നല്ല ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. ഇത് വേകുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ അതിനകത്തോട്ട് തേങ്ങ ഇട്ടു, ഇതിനകത്തോട്ട് ഇനി ഇച്ചിരി ഏലക്കായും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ കണ്ടമാനം അങ്ങോട്ടും കരിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ കരിഞ്ഞു പോയാൽ ഒരുമാതിരി കയ്പ്പ് പോലെ വരും. അത്രയും കരിഞ്ഞു പോകാതെ ഒരു ഇച്ചിരി ഡാർക്ക് കളറായി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ തേങ്ങ നല്ലപോലെ ഒന്ന് ഇതാക്കി എടുക്കണം കേട്ടോ. പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം തേങ്ങയുടെ. അപ്പോൾ കുറച്ച് മതി നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. നമ്മളിത് അപ്പം ഉണ്ടാക്കുന്ന പാത്രമില്ല, അതിനകത്താണ് ഞാനിത് എടുത്തേക്കുന്നത്. ഇത് കാണുമ്പോൾ ഒരുപാടുണ്ടെന്നൊക്കെ തോന്നും, പക്ഷേ ഒരുപാടൊന്നുമില്ല. ഒരു കൊച്ചു പാത്രത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് അതിനകത്തോട്ട് ചേർത്താണ് കൊടുക്കേണ്ടത്. അപ്പം നല്ലപോലെ എന്നാൽ പഞ്ചസാരയും കൂടി ഇതിനകത്തോട്ടൊന്ന് അലിഞ്ഞ് ചേർക്കണം. ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട്, നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ കൂടിയിട്ട് നല്ല ഇതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ മാവ് എന്തോരം പൊങ്ങി വന്നിട്ടുണ്ടോ എന്ന് നോക്കാവേ. ഇപ്പം മാവ് വേണ്ട നല്ലപോലെ പൊങ്ങി. അപ്പം ഞാൻ ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിരുന്നതാണ്. ആ അടപ്പേ വന്ന് അത് മുട്ടിയതുകൊണ്ട് ആ അടപ്പേ സ്ഥലം പറ്റി. അതാണ് ഇപ്പോൾ ഞാൻ അതിനകത്തിട്ട് അപ്പോൾ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടി വെച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യെ വീണ്ടും ഇത് പിടിക്കും. അങ്ങനെ വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് കുഴച്ച് ആ പൊങ്ങി വന്നിരിക്കുന്ന മാവെല്ലാം ഒന്ന് കുഴച്ചൊന്ന് സെറ്റാക്കി വെച്ച് ഒരു ഇച്ചിരി വലിപ്പമുള്ള ഒരു പീസും ഒരു തീരെ ചെറുതാണ്, രണ്ടും ഒരുപാട് വ്യത്യാസം വരണ്ട കേട്ടോ. ഒരു ചെറിയ വ്യത്യാസം വന്നാൽ മതി. അതിൽ അങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം അതിലെ ആ ചെറിയ പീസാണ് നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് ഇനി പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് പാത്രം തന്നെ ഞാൻ സ്റ്റീൽ പാത്രമാണ് എടുത്തേക്കുന്നത്. എന്നാന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അലൂമിനിയം പാത്രം ഉണ്ടായിരുന്നു. അത് പക്ഷേ കൊണ്ട് ഇച്ചിരി പ്രശ്നമൊക്കെ ആയിപ്പോയി, അതങ്ങ് കൊള്ളുകയല്ല, അതങ്ങ് ആയിപ്പോയെന്നേ. അതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ച് ഇപ്പോൾ സ്റ്റീൽ പാത്രത്തിലാണ് ഇതെടുത്തേക്കുന്നത്. സ്റ്റീൽ പാത്രത്തിൽ ഞാനങ്ങനെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കൂടുതലും മറ്റേ ഈ അലൂമിനിയം പാത്രം സൈസാണ് എടുക്കുന്നത്. ഇച്ചിരി കട്ടിയുള്ളതാകുമ്പോഴത്തേക്ക് ഇച്ചിരി നല്ലതാണ്. അങ്ങനെ നമ്മുടെ സ്റ്റീൽ പാത്രം ഇച്ചിരി ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഞാനതൊന്ന് പരത്തിയെടുത്തു. പരത്തുമ്പോൾ ആദ്യം നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നും, എന്നാലും കുഴപ്പമില്ല, നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തത്. പരത്തുമ്പോൾ എണ്ണയൊന്നും തേക്കേണ്ട കാര്യമില്ല കേട്ടോ. അതെല്ലാം നമ്മുടെ കൈയെല്ലാം പറ്റിയേക്കുന്ന ഒരു എണ്ണ മാത്രം മതി. എന്നിട്ട് അതൊന്ന് ഒരു 10 മിനിറ്റ് നേരം നമ്മളൊന്ന് വെച്ചേക്കുക. വെക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്ന് കഴിഞ്ഞ് വേണം ഇത് നമ്മൾ ആ ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ തേങ്ങയൊക്കെ റെഡിയാക്കി വെക്കുന്നില്ലേ, അതിനകത്തോട്ട് ചേർക്കാനായിട്ട്. അങ്ങനെ ആ തേങ്ങയും ഒക്കെ ഒന്ന് ചേർത്ത് അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ നമുക്ക് മൂടാനായിട്ടൊരു സംഭവം കൂടെ വേണ്ടേ. അതിന് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന മാവ്, ആ മാവ് ഒന്ന് അപ്പോൾ നമ്മൾ ആ കൂടുതലുള്ള മാവാണ് മാറ്റി വെച്ചത്. ആ മാവ് ഇനി ഇതുപോലെ ഒന്ന് പരത്തി. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഇതെല്ലാം ഇങ്ങനെ പരത്തി എടുത്ത് ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ അതങ്ങ് പിടിച്ചു പോയെന്നേ, ശരിയായില്ല. വീണ്ടും ഞാനതെല്ലാം ഒന്ന് ചുരുട്ടിക്കൂട്ടി എടുത്തതിന് ശേഷം വീണ്ടും ഇച്ചിരി എണ്ണ പുരട്ടിയതിന് ശേഷം അതൊന്ന് പരത്തിയെടുത്ത്. കാര്യം എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇത് പുളിക്കുകയും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാവ് ഒന്നും കൂടെ അങ്ങ് ലൂസല്ല, ഒരു നൈസായിട്ടുള്ള ഭയങ്കര സോഫ്റ്റായിപ്പോൾ, നൈസല്ല ഭയങ്കര സോഫ്റ്റായിപ്പോൾ മാവങ്ങ്. അങ്ങനെ ആ മാവും ഒന്ന് പരത്തി എല്ലാം എത്തി. നമ്മൾ അങ്ങോട്ട് പരത്തുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും, എന്നാലും നമ്മളൊന്ന് പരത്തി നമ്മൾ വിട്ടു കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ നമ്മളും അങ്ങ് പരത്തി കൊടുത്തേക്കണമെന്നേ. അങ്ങനെ പരത്തി എല്ലാം കൊടുത്ത് അതിൻ്റെ മണ്ടയ്ക്കോട്ട് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ചുറ്റിനും ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണേ. നമ്മൾ അമർത്തി കൊടുത്തില്ല തന്നെ കുഴപ്പമെന്ന് പറയുന്നത് ഇത് അടുപ്പിലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് അടുപ്പിലാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്, അല്ലാതെ ഓവനകത്തൊന്നും അല്ല കേട്ടോ. നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ അത് സൈഡ് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. അമർത്തി കൊടുത്തില്ലെങ്കിൽ നമ്മൾ അടുപ്പിരുന്ന് ചൂടാകുന്ന സമയത്തുണ്ടല്ലോ അതങ്ങ് തുറന്ന മാതിരി അങ്ങ് മൊത്തം അങ്ങ് വിട്ടുപോകും. അപ്പം ഞാൻ ചുറ്റിനും നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രസ് ചെയ്ത് കൊടുത്തൊന്ന് അമർത്തി അതിനകത്തേക്ക് കയറ്റി ഇതായിട്ട് വെച്ച് ഒന്ന് ഒട്ടിക്കുന്ന മാതിരി ശരിക്കും ഒന്ന് അമർത്തി ഇതായിട്ട് പിന്നെ സൈഡെല്ലാം ഒന്ന് സെറ്റാക്കി. എന്നിട്ട് നോക്കണം നമ്മൾ എവിടെയെങ്കിലും ഇനി ഒട്ടാനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം നമുക്കിതിൻ്റെ പുറത്തേക്ക് നല്ല ഇതായിട്ട് ഒന്ന് ഇതിനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും ചെയ്തതിന് ശേഷം മൂടി വെക്കണം. അത് കഴിഞ്ഞാണ് ബാക്കി അരിഞ്ഞ് കേട്ടോ. സോറി, ഇടയ്ക്കൊന്ന് പറഞ്ഞത് വിട്ടുപോയി. ഇനി നമ്മളൊന്ന് മൂടി വെക്കുക. മൂടി വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കാം കേട്ടോ. 1 മണിക്കൂർ നല്ല ചൂട് സമയമൊക്കെയാണെങ്കിൽ 1 മണിക്കൂറൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. നല്ലപോലെ ഇത് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരും. അങ്ങനെ അത് മൊത്തം നല്ലപോലെ പൊങ്ങി വന്ന് ഞാൻ ഒരു അരമണിക്കൂർ കൂടുതൽ വെച്ചതുള്ളൂ. 1 മണിക്കൂർ ഫുള്ള് വെച്ചില്ലായിരുന്നു, നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് പൊങ്ങി വന്നു. മഴയൊക്കെ ആണെങ്കിലുള്ളൂ നമ്മൾ 1 മണിക്കൂറൊക്കെ ഒന്ന് വെക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് മുട്ടയുടെ വെള്ള മാറ്റി വെച്ച് ഉണ്ണി മാത്രമായിട്ട് ഉണ്ണി എടുത്ത് വെച്ച് അത് നല്ലപോലെ ഒന്ന് പതപ്പിച്ചതിന് ശേഷം
അത് ഇതിൻ്റെ പുറത്തോട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ ബ്രഷ് ഒന്നും ഇല്ലെന്നേ, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് തേച്ചത് കേട്ടോ. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് തേക്കുന്നതാണ് നല്ലത്. കൈ കൊണ്ട് തേച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കൈ കൊണ്ട് അതെല്ലായിടത്തും ഒത്തിരി അങ്ങ് കോരി ഒഴിച്ചങ്ങ് ഇതാകരുത്. സൈഡിൽ കൂടെ ഒക്കെ ഒലിച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പോലെ ആകരുത്. മുട്ടയുടെ ഇതാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും ചൂട് ഒരുപാട് വരുമ്പോഴത്തേക്കും. എന്നിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഓവൻ എന്ന് പറഞ്ഞത്. ഞാനിത് ഇച്ചിരി മണലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് ആറുള്ളതുകൊണ്ടുണ്ടല്ലോ നമുക്ക് മണൽ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ചെറിയൊക്കെ വാരിക്കൊണ്ട് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ചെടികൾക്കും ഒക്കെ മണ്ണ് എടുത്തുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഇച്ചിരി മണൽ ഞാൻ മാറ്റി വെച്ചാണ്. മണലിടുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്നും കൂടെ നല്ല ചൂടാണ്, നല്ലപോലെ ചൂടാകും. അപ്പോൾ ഇത് ഞാനൊരു 15 മിനിറ്റ് ഫുൾ തീയിട്ട് നല്ലപോലെ ചൂടാക്കി ഇട്ടേക്കുന്നതാണ്. ഇട്ടേച്ച് ഇനി അത് അടച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ആ തീ ഫുള്ള് കുറയ്ക്കുന്നില്ല, ഒരു ഹാഫാക്കി വെക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഹാഫാക്കി വെച്ചതിന് ശേഷം ഫുള്ള് കുറച്ചിടേണ്ട കാര്യമില്ല കേട്ടോ. ഒരു ഹാഫാക്കി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണെന്ന് കണ്ടോ. അത് വെന്തിട്ടുണ്ട്. അതിൻ്റെ മേൽവശത്ത് ചെറുതായിട്ട് ഇങ്ങനെ കളർ വന്നിട്ട്, അപ്പം നമുക്ക് അടിയിൽ നിന്ന് മാത്രമല്ലേ ചൂട് കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് മേളിൽ ചെറുതായിട്ടല്ലേ ചൂട് വരുന്നുള്ളൂ, അതുകൊണ്ടാണ് ചെറുതായിട്ട് അതിന് കളർ വന്ന്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇതിങ്ങി മാറ്റും. ഇപ്പോൾ ഈ പാത്രത്തോടു കൂടി എടുക്കാൻ നിൽക്കുമ്പോൾ ഈ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ടുണ്ടല്ലോ ചിലപ്പോൾ ചെരിഞ്ഞ് അതിനകത്തോട്ട് തന്നെ അത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അതിനകത്ത് നമ്മുടെ ദിൽഖുഷ് മാത്രം ഇങ്ങനെ എടുത്തത്. എന്നിട്ട് അതിനകത്ത് മണൽ മൊത്തം ഞാനിങ്ങനെ മാറ്റി കേട്ടോ. മാറ്റി വെച്ച് വീണ്ടും ആ തിരികെ വെച്ചു. വീണ്ടും ആ പാത്രം അതുപോലെ തന്നെ അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. വെച്ച് വെച്ച് നമ്മുടെ അടപ്പിട്ടങ്ങ് മൂടും. അടപ്പ് വെച്ച് മൂടി വെച്ച് അതിൻ്റെ പുറത്തോട്ട് ആ ചൂട് മണലിട്ട് കൊടുക്കും കേട്ടോ. അപ്പം അടി തീ ഓഫ് ചെയ്തിട്ടില്ല. അപ്പം മേളിൽ നിന്നും താഴെ നിന്നും കൂടെ ചൂട് വരുമ്പോഴത്തേക്ക് ആ മേളുവശത്ത് നമുക്ക് ആ ഒരു ഏകദേശം ആ ദിൽഖുഷിൻ്റെ ഒരു കളറ് കിട്ടും കേട്ടോ. ഒരു ചെറിയൊരു ഡാർക്ക് കളർ ഉണ്ടല്ലോ അതിൻ്റെ മണ്ടയ്ക്ക്, ആ ഒരു ഡാർക്ക് കളറ് കിട്ടും. അങ്ങനെ നമ്മുടെ ദിൽഖുഷ് അതിനകത്ത് വെച്ച് മേളി മണലൊക്കെ ഇട്ട് കൊടുത്ത് ആ മേളി നല്ല പഴുത്ത മണലാണ്, അതിനകത്തിരുന്ന മണലാണ്. അപ്പം ഞാനത് എടുക്കാൻ നേരം ഒന്നും കൂടെ ഒന്ന് തീ നല്ലപോലെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് അത് തൊടുമ്പോൾ നമ്മുടെ കൈ നല്ലപോലെ പൊള്ളും. അതുകൊണ്ട് അത് തൊട്ടൊന്നും നോക്കാൻ നിൽക്കേണ്ട, ഞാൻ ചുമ്മാ കൈ ഇങ്ങനെ വെച്ചൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ദിൽഖുഷ് വീണ്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടപ്പോൾ മേൽവശവും നമുക്ക് ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ കളർ കൂടുതലുണ്ട് കേട്ടോ നമ്മളത് നേരിട്ട് കാണുമ്പോഴത്തേക്ക്. അപ്പം ഒത്തിരി നേരം നമ്മൾ വെച്ചുകൊണ്ടിരിക്കൽ ഒരു 5 മിനിറ്റേ വെക്കാവുള്ളൂ കേട്ടോ. 5 മിനിറ്റാണ് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. കരിയോ എല്ലാം ചെയ്ത് ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോകും മേൽവശം, അതുകൊണ്ട് കരിയാതെയും കൂടെ നമ്മൾ നോക്കണം. അങ്ങനെ നമ്മുടെ ദിൽഖുഷ് എല്ലാം ഒന്ന് സെറ്റായി കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി നേരം കൂടെ ഞാൻ അതിനകത്തൊന്ന് അടച്ചു വെച്ചപ്പോഴത്തേക്ക് ഇതേണ്ട ഈ ഒരു കളറും കൂടെ ആയി കിട്ടി കേട്ടോ. നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കളറാണ് നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക്, ഇങ്ങനെയാണ് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ കളർ ഇരിക്കുന്നത്. അപ്പം അതിനി മുറിച്ച് നമുക്ക് നോക്കാം ഇതിനകം എങ്ങനെയാണെന്നും നല്ല സോഫ്റ്റ് ആണോ എന്നും ഒക്കെ. നമ്മളിത് മുറിക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത് കേട്ടോ. ആ ഒരു ഏലക്കയുടെ നെയ്യുടെയൊക്കെ ഒരു പ്രത്യേക മണമാണ് വരുന്നത്. ആ മണം വരുമ്പം തന്നെ നമുക്ക് കൊതി, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക മണമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് ഇച്ചിരിയോടെ നല്ല ഇതായിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ആ ഇച്ചിരിയോടെ ഒരു നല്ലൊരു മണം വരുന്നത്. അങ്ങനെ ആ ദിൽഖുഷ് എല്ലാം മുറിച്ച് നോക്കി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്നതിൻ്റെ നമ്മൾ തേങ്ങ മാത്രമായിട്ടാണ് വെച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു കളർ ചേർക്കാതെ വെച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് തേങ്ങ ഇരിക്കും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മറ്റേ എണ്ണയിലൊക്കെ ഇത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, മുന്തിരിങ്ങയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതിനകത്ത് തിരിച്ചറിയാം. അല്ലെങ്കിൽ ആ കളർ നമുക്ക് വ്യത്യാസം ഇതുണ്ട്. ഇപ്പം ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കത്തെ കളർ എങ്ങനെയുണ്ട് അച്ചു? നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ സാധാ ദിൽഖുഷിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട്. ആണോ? നെയ്യ് അതിനകത്ത് ഒരുപാട് ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണോ? കടിക്കുന്നേ പോയി നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. എൻ്റെ ഈ വീട് ഇവിടെ എന്നാ ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ അച്ഛനെ കൊണ്ടാണ് നോക്കിക്കുന്നത്. അവളതിൻ്റെ കറക്റ്റ് ഇത് പറയും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നുന്നുണ്ട്. ആണോ? സന്തോഷം കേട്ടപ്പോഴത്തേക്ക്. ഇനിയിപ്പോൾ കണ്ണനും കൂടെ വരണം. കണ്ണനും കൂടെ വന്നതിന് ശേഷം നമുക്ക് ബാക്കി അഭിപ്രായം, അതിനിപ്പോൾ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ദിൽഖുഷിൻ്റെ ഒക്കെ സംഭവമൊക്കെ ഈ സൈഡൊക്കെ കണ്ടോ നല്ലപോലെ സെറ്റായി കേട്ടോ. ഇത് കണ്ടോ നല്ലപോലെ വിട്ടിട്ടില്ല ഒട്ടും. സാധാരണ എനിക്കൊരു പ്രാവശ്യം അബദ്ധം വരും കേട്ടോ. ഞാനിങ്ങനെ ദിൽഖുഷ് ഉണ്ടാക്കി, ഞാൻ പറഞ്ഞില്ല ഈസ്റ്റ് കൊള്ളത്തില്ലായിരുന്നു. ഈസ്റ്റ് കൊള്ളാതെ മാവ് കുഴച്ചിട്ട് മാവ് പുളിച്ചൊന്നും വന്നില്ല. എന്നിട്ട് ഞാനങ്ങ് ഉണ്ടാക്കി കേട്ടോ. എന്നാന്ന് വെച്ചാൽ ആഗ്രഹം കൊണ്ട് അങ്ങ് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി കഴിഞ്ഞേച്ച് ഞാൻ ഇത് സൈഡൊക്കെ നല്ലപോലെ ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ തുറന്ന് വന്നത് അതിനകത്തുനിന്നെല്ലാം വെളിയിൽ വന്ന്. പക്ഷേ ഇത്രയും ഒരു ഇതായിട്ട് കിട്ടിയില്ല കേട്ടോ. പുളിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര കട്ടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അത് വീഡിയോ ഒന്നും ഇടാതിരുന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടിരുന്നത്. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, പാചകം ഒരിക്കലും ഞാൻ പുറകോട്ട് പോകത്തില്ല. പാചകം ഞാൻ എത്ര ശരിയാകുന്നിടം വരെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. അത് ശരിയാകുന്നിടം വരെ അത് ഉണ്ടാക്കി അത് ശരിയായതിന് ശേഷമേ ഞാൻ ഇതായിട്ട് പറയത്തുള്ളൂ. അപ്പം നമ്മുടെ
ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡിൽകുഷിൻ്റെ ഒക്കെയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കൊന്ന് ഡിൽകുഷിന് 60 രൂപയാണ് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഒരു ഇച്ചിരി മൈദ മതി. ഞാൻ എടുത്ത മൈദയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് മൈദ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയൊരു ബോൾ മാതിരിയുള്ളൊരു ഇതിൽ എങ്ങനെ ഒരു 2 ബോണ്ട ഇത് പൊരി, ഉണ്ടംപൊരി എന്നൊക്കെ പറയത്തില്ല, ആ സാധനം 2 ചേരുന്ന അത്ര ഇല്ല, അത്രയും മാവ് മതി. നമുക്ക് ഇതുപോലെ നല്ല വലിയൊരു ഡിൽകുഷ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷമാണ്, നമ്മളിതൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുമ്പം അവർ കൊള്ളാം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. പച്ചു പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഇവർ ചേട്ടനും കഴിച്ചു പറഞ്ഞ് നല്ലതായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ.